പിണറായി രാജാവിന് അധിക സുരക്ഷ ഒരുക്കാൻ സ്ഥാപിച്ചിരുന്ന ജീപ്പ് സ്റ്റേഷൻ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. അതെ. ഇന്നലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയണം. ഇങ്ങനെയൊക്കെ ചില വാഹനങ്ങളും ചില താൽക്കാലിക പോലീസ് സ്റ്റേഷനും കട വീട്ടിലുണ്ടായിരുന്നു. കാരണം ആ ഏരിയയിൽ ഒരു മാധ്യമത്തിന് കടന്നു ചെല്ലാൻ പറ്റില്ലായിരുന്നല്ലോ. അതെ. അപ്പോൾ ഇപ്പോൾ പിണറായിയുടെ വാടക വീട് ചർച്ചയാകുന്നു, പിണറായിയുടെ വീട് ചർച്ചയാകുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഈ ജീപ്പ് സ്റ്റേഷൻ്റെ വാർത്ത എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ മുമ്പെടുത്തില്ല എന്ന് ഒരു ചോദ്യം ഇന്നലെ സൈബർ സഖാക്കൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ എന്താണ് ഇത് വരാൻ കാര്യം? അത് എന്തുകൊണ്ടാണ്? അവിടെ അങ്ങ് ആ വീട്ടിലോട്ട് കയറുന്ന വഴിയുടെ അപ്പുറത്തെ മെയിൻ റോഡിൽ തന്നെ ആൾ ഉണ്ടാവും. അവിടെ എടുക്കാൻ ചെല്ലുന്നവനെ അവന്മാര് വെട്ടി കണ്ടിച്ച് കുത്തി കുടലുവാല എടുത്ത് പറഞ്ഞു വിടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വരാഞ്ഞിരുന്നത്. പക്ഷേ ഈ ഇത്രയും അടിമജീവിതം നയിച്ച 6 പോലീസുകാർ, മാറി മാറി ഡ്യൂട്ടി ചെയ്ത് അടിമജീവിതം നയിച്ചുകൊണ്ടിരുന്ന 6 പോലീസ്, നമ്മൾ ഇന്നലെ പറഞ്ഞ എന്തോ ജയിലിന്റെ കാര്യമുണ്ടല്ലോ, എൽ സാൽവഡോറിലെ ജയിലിന്റെ അതേ അവസ്ഥയിലാണ് സത്യത്തിൽ അവരവിടെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ പോലും ഇതിനെക്കുറിച്ചൊരു പ്രതിഷേധം ഏതെങ്കിലും ഒരു മാധ്യമത്തോട് പങ്കുകൊടുക്കാൻ ഭയന്നു. കാരണം നമ്മുടെ കൊറിയയിലെ ഏകാധിപതിയെ പോലെയുള്ള ആളാണ് കേരളം ഭരിക്കുന്നത്. അത് ഭയന്നിട്ടാണ്. എന്താണെങ്കിലും പിണറായിയുടെ വീടിന് മുമ്പിൽ ഉണ്ടായിരുന്ന ജീപ്പ് സ്റ്റേഷൻ അത് നിർത്തലാക്കി എന്നുള്ള ഏറ്റവും ആശ്വാസകരമായൊരു വാർത്ത. പോലീസുകാർക്കും മനുഷ്യാവകാശമുണ്ട് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അവരുടെ രക്ഷയ്ക്കെത്തിയിരിക്കുന്നു. ആ സ്റ്റേഷൻ അടച്ചുപൂട്ടാൻ, അവിടെ വണ്ടി കെട്ടി വലിച്ച് പോയി ആക്രിക്കടയെ കൊണ്ട് കൊടുക്കാനും. വണ്ടിക്ക് ബാറ്ററി ഇല്ല, എഞ്ചിനും ഇല്ല, ഒന്നുമില്ല, ബുക്കും പേപ്പറും ഒന്നുമില്ല. ഇതൊന്നും കറക്റ്റ് അല്ല. അങ്ങനെ അവരുടെ 6 പോലീസുകാരുടെ മനുഷ്യാവകാശത്തോടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു വലിയ ചർച്ച വരും. പുള്ളിയുടെ പഴയ പ്രസ് സെക്രട്ടറി ഇന്നലെ ഒരു കുറിപ്പിട്ടിരിക്കുന്നു ഫേസ്ബുക്ക്, PM. അപ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പിണറായിയുടെ യാത്രകൾ എല്ലാവരും പിന്തുടർന്ന് പിണറായി ആക്രമിക്കുന്നു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഒരു. അദ്ദേഹമാണ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് നേരത്തെ വാർത്തയാകാതിരുന്നത്. അതുപോലെ പിണറായി വാടക വീട്ടിലേക്ക് മാറിയ വാടക വീടിൻ്റെ വലിപ്പം നിങ്ങൾ ചർച്ച ചെയ്യുന്നു. അവിടെ മന്ദിരങ്ങൾ മോടി കൂട്ടാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ ഇപ്പോഴും വിടാതെ ഈ പിണറായിയെ എന്തിന് പിന്തുടരുന്നു, വേട്ടയാടുന്നു എന്നുള്ള വളരെ ഒരു സങ്കടകരമായ ഒരു പോസ്റ്റായിട്ടാണ് എനിക്കത് തോന്നിയത്. അല്ല, അത് കൊള്ളാം. മാത്രമല്ല, പിണറായി കൊണ്ട് പൈസ ഉണ്ടാക്കി ഒരുപാട് പേര് അവിടെ ഇരിപ്പുണ്ടല്ലോ. മക്കളെ കമ്പനിയുടെ പേരിൽ പൈസ പിരിച്ചവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കെല്ലാം കുറേശ്ശെ പേടി വന്നതാണ് ഇപ്പോൾ. എന്തായാലും അത് ഉറപ്പാണല്ലോ. അതെ, മക്കളെ സ്ഥാപനം PRDക്ക് പരസ്യം വാങ്ങിച്ചവരൊക്കെ അവിടെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാം ചെറിയ തോതിലുള്ള ഭയം കാണുമായിരിക്കും. അവർക്ക് ഭയം വരും. ഭയം വരുന്നതിൻ്റെ മാത്രമല്ല, ഇതെന്താണെന്നാണ് ഇവർ കരുതിയിരുന്നത്. നമ്മൾ ഒരു സിനിമാ പാട്ടുണ്ട്, ഇന്നെൻ്റെ ഇണക്കിളിക്ക് എന്ത് വേണം, അപ്പോൾ ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഭരണം തീരാതിരുന്നെങ്കിൽ എന്നല്ല, ഇത് തീരുകയില്ല. ഇന്നും ഈ ഭരണം തീരുകയില്ല, നാളെ ഭരണം തീരുകയില്ല, ഞങ്ങൾ ചത്തു പോകുന്നിടം വരെ ഞങ്ങൾ ഈ ഭരണത്തിലുണ്ടാവും. എന്നാലും 5-6 തലമുറയ്ക്കുള്ള എല്ലാവരും സമ്പാദിച്ചില്ലേ, ഇനി എന്ന് തെറ്റിദ്ധരിച്ചു. ഈ തോൽവി ഇവർക്ക് അപ്രതീക്ഷിതമായി. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് തെളിവുകൾ നശിപ്പിക്കാൻ വലിയ സമയം കിട്ടാതെ പോയത്. ഇവർക്ക് കൊടുത്ത ഒരു ഫീൽ, ഇന്റലിജൻസുകാർ ഇവർക്ക് ശരിക്കും പണി കൊടുത്തു. ഇവർക്ക് കൊടുത്ത ഫീൽ എന്താണ്? നിങ്ങളുടെ ഭരണം മാറിയില്ല, പിണറായി 3ാമത് അധികാരത്തിൽ വരുമെന്ന്. ആ ഒരു വിശ്വാസത്തിൽ ഇവർ ഒന്നും ചെയ്യാൻ പറ്റായിരുന്നു. അവസാനമാണ് തിരിച്ചറിയുന്നത് പണി പാളിയിട്ടുണ്ട്. അപ്പോഴാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഫയൽ നശിപ്പിക്കാൻ തുടങ്ങിയത്, ഫയൽ വെട്ടി നുറുക്കാൻ തുടങ്ങിയത്, അരിഞ്ഞു കളിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു രാജകീയ പരിവേഷത്തോടെ പിണറായി രാജാവ് വാണപ്പോൾ അദ്ദേഹം കരുതിയതും അദ്ദേഹത്തിൻ്റെ അണികൾ കരുതിയതും, ഇനി ഒരിക്കലും ഞങ്ങൾക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല, ഞങ്ങൾക്ക് ഈ നാടിനെ കൊള്ളയടിച്ച് കഴിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എതിർശബ്ദമില്ലാതെ കഴിയാം, ഇനിയും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് സുഖമായിട്ട് ആഡംബര ജീവിതത്തിൽ കഴിയാം എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ നാട്ടിലെ ജനങ്ങൾ അതിന് അനുവദിച്ചില്ല, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ നാട്ടിലെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരോടാണ്. തീർച്ചയായും. മാത്രമല്ല, കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള വളരെ പ്രബുദ്ധരായ ജനത, നമ്മൾ പലപ്പോഴും അവരെ തെറ്റിദ്ധരിച്ചിരുന്നു. അവർ അടിമകളെ പോലെ ഈ ഇവന്മാരെന്ത് തോന്നുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. പുതിയ തലമുറ വന്നു കഴിഞ്ഞിരിക്കുന്നു, അവർക്ക് കാര്യം മനസ്സിലായി. ഇവന്മാർ നമ്മൾ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ഇവരൊക്കെ മക്കൾ എന്താണെന്നുള്ള സത്യം ഇവർ പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ളത്. നിൻ്റെയൊക്കെ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കും, ആളെ വെട്ടിക്കൊല്ലാനും സമരം ചെയ്യാനും തലക്കടി കൊള്ളാനും ഒക്കെ, അല്ലെങ്കിൽ പോലീസിൻ്റെ കേസ് പ്രതിയാനൊക്കെ വിട്. ഞങ്ങളെ മക്കളെ ഞങ്ങൾ ബർമിംഗ്ഹാമിലൊക്കെ പറഞ്ഞേച്ച് പഠിപ്പിച്ച് വളരെ നല്ല നിലയിലാക്കി വിദേശത്ത് വ്യവസായം ചെയ്ത് അവർ ഹാപ്പിയായി ജീവിക്കും. അതല്ലെങ്കിൽ ബാംഗ്ലൂർ IT കമ്പനി തുടങ്ങി പെൻഷൻ റിട്ടയർ ചെയ്ത പൈസ കൊണ്ട് ഒരു എന്താണ് ബഹിരാഷ്ട്ര കമ്പനി തുടങ്ങി ഒക്കെ സുഖമായിട്ട് അവരെ ജീവിച്ചോളും എന്നുള്ള സത്യം
പിന്നീട് അവർക്ക് മനസ്സിലായി. കാരണം ഈ പഴയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവരുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെട്ട് വരുന്നില്ല. അവർക്ക് മക്കളൊക്കെ പല സാധാരണക്കാരായി തന്നെ ജീവിക്കുകയും അങ്ങ് പോവുകയും ചെയ്ത ആളാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ആയിരിക്കും എന്നൊരു കരുതിയത്. പക്ഷേ അങ്ങനെയല്ല, ഈ തമ്പുരാന്മാർ അങ്ങനെ അല്ല എന്നുള്ള കാര്യം വളരെ വൈകിയെങ്കിലും അവർ മനസ്സിലായി. സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്ക് അത് വലുതാണ്. അതെ, ഇപ്പം ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോരോ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയം തീരുന്നു, മറ്റൊരു വിഷയം വരുന്നു. ഈ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, പിണറായി വിജയൻ്റെ സെക്യൂരിറ്റി പിൻവലിച്ചതിനെ കുറിച്ച് PM മനോജ് പറയുന്നത് പ്രതിപക്ഷ നേതാവിന് ഈ സെക്യൂരിറ്റിയേ ഉള്ളൂ, അതല്ലാതെ പിണറായി വിജയന് Z+ കാറ്റഗറി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തേ ഉള്ളൂ, അല്ലാത്തപ്പോൾ അദ്ദേഹത്തിന് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ Z+ കാറ്റഗറി അദ്ദേഹം ആ സമയത്ത് ഉപയോഗിച്ചു, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് കൊടുത്തതാണ്, അദ്ദേഹം അതുകൊണ്ട് അത് ഉപയോഗിച്ചു. അതിന് അദ്ദേഹത്തെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചറിയാം, പിണറായി വിജയൻ്റെ ഈ വാടക വീട്, പിണറായി വിജയൻ്റെ സെക്യൂരിറ്റി, പിണറായി വിജയൻ്റെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ദയനീയമായ കുത്തിയിരിപ്പ്, അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലെ പോലീസ് ജീപ്പ് സ്റ്റേഷൻ, പിന്നെ നമ്മുടെ MR അജിത്കുമാറിൻ്റെ വലിച്ചുകീറൽ, ഇവന്മാർ ഈ രക്ഷാപ്രവർത്തകർക്ക് നേരെയുള്ള നടപടികൾ, ഇതെല്ലാം വരുന്നുണ്ടല്ലോ. ഒരൊറ്റ സൈബർ സഖാക്കൾ പോലും ഇതിനെ എതിർക്കാൻ രംഗത്ത് വരുന്നില്ല. കാരണം അവർക്കറിയാം അന്ന് അവർ കാശ് കിട്ടിയാണ് ചെയ്തത്, ഇനി കാശ് കൊടുക്കാനില്ലല്ലോ, രംഗത്ത് വരുന്നില്ല. എന്ത് പറഞ്ഞ് എതിർക്കും? നിങ്ങളിത് പകവീട്ടലാണെന്ന് പറയാം പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ പറ്റാത്തതെന്നറിയാമോ? ഇതെല്ലാം ഇവർ മനഃപൂർവ്വം ചെയ്തതാണ്. പിന്നെ ഈ സഖാക്കന്മാരായിട്ടുള്ള കതറും തയ്പ്പിച്ച് യൂണിയൻ നേതൃത്വം കളിച്ച് എല്ലാ ഓഫീസുകളിലും പോയി എന്തൊരു അഹങ്കാരവും ധാർഷ്ട്യമായിരുന്നു. പ്രവൃത്തി സമയത്താണ് ഇവർ അവിടെ യോഗം കൂടിക്കുന്നത്. ഓരോ മീറ്റിംഗ് ഓരോ ഓഫീസിൽ വെച്ചിരിക്കുക. അപ്പോൾ ആരെങ്കിലും ഒരു എതിർ ഭാഗത്തുപെട്ട ഒരാൾ എതിർത്താൽ ഉടനെ അവരെ കൈകാര്യം ചെയ്യും, കായികമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കായികമായിട്ട്. പിന്നെ ഇവർ ഇതിനിടയ്ക്ക് എന്തോ ഒരു പണിമുടക്ക് ഉണ്ടായിട്ട് ജോലി ചെയ്യാൻ ചെന്ന ആൾക്കാരെ ഇവർ മർദ്ദിക്കാൻ ചെന്നു ഇല്ലേ? അത് പിന്നെ ജീവനക്കാരുടേതായിട്ടുള്ള ഒറ്റ ആനുകൂല്യം കൊടുത്തിട്ടില്ല ഈ 10 വർഷത്തിനിടയ്ക്ക്. ഇല്ല, വാഗ്ദാനം മാത്രമേ ഉള്ളൂ. DA കുടിശ്ശിക കൊടുക്കാനുണ്ട്, അങ്ങനെ പല ആനുകൂല്യം, പെൻഷൻ ആനുകൂല്യങ്ങൾ, അതുപോലെ മെഡിസപ്പ്. ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി ഇരുന്നപ്പം വായിൽ പഴവും തിരികെ ഇരുന്ന ആൾക്കാരാണ് ഇവിടുത്തെ NGO യൂണിയൻകാർ. അവർ ഇപ്പൊ രംഗത്തിറങ്ങി. ഇനി പഴയ തത്വം കൊണ്ട് ഓഫീസിലിരിക്കുന്ന സാധാരണക്കാര മനുഷ്യന്മാർ കുത്തിനോടിക്കുക. അതെ, അത് മാത്രമല്ല, ഈ ഓഫീസുകളിൽ എല്ലാ നേതാക്കന്മാരെ, യൂണിയൻ നേതാക്കന്മാരെ ആർക്കും ഒന്നും ചെയ്യാൻ. നമ്മുടെ നാട്ടിലെ CPM നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വിചാരിച്ച നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം കക്കരുത് എന്നൊരു തത്വമുണ്ട്. അതുപോലെ PSC നിയമനങ്ങളിൽ എത്ര അഴിമതി നടന്നിട്ടുണ്ട്. PSC നിയമനങ്ങളിൽ വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ട്. 2 ബോഡി ബിൽഡർമാരെ പോലീസിലെടുത്തില്ലേ, അതൊക്കെ പുനഃപരിശോധിക്കാൻ പോവാണ്. വേണമല്ലോ. കാരണം ഈ ഗുണ്ടകളെ എടുത്തിരിക്കുകയാണ് നിങ്ങളെ ഒതുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടപ്പെട്ടവരെ. അങ്ങനെ ഇരുന്നപ്പോഴാണല്ലോ 2 പേരെ PSC പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തി 2 പേരെ പിടിച്ചത്. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ എല്ലാം കാര്യം. പിന്നെ അതുപോലെ പിൻവാതിൽ വഴി എടുത്ത ഒറ്റയാർക്ക് സ്ഥിര നിയമനം കൊടുത്തു, അതെല്ലാം പുനഃപരിശോധിക്കണം. മാത്രമല്ല ഈ ഭാര്യ നിയമനം, ഇവരെല്ലാം ഭാര്യമാരെ മറ്റേ വാഴക്കൊല PhD എടുത്തുകൊണ്ട് വന്നിട്ടുള്ള എല്ലാത്തിനും പിന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ UG സ്കെയിൽ ശമ്പളമാണ്. 60 ദിവസം തുടരുകയും ചെയ്യാം. അവിടെ എല്ലാവരും ഭാര്യമാർക്ക് ഈ വാഴക്കൊല PhD കൊണ്ടുവന്ന് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം നടത്താം നിർബന്ധമായി. അത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഈ കുറിച്ചുള്ള സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉണ്ടല്ലോ, R ശശികുമാർ സാർ, അവരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ സഹായം ചോദിച്ചാൽ അവർ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുക്കും അവർ ഇത് സംബന്ധിച്ച്. പിന്നെ ഇവരുടെ ചെലവിൽ അക്കാദമി ഈ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തവരൊക്കെ രാജിവെച്ചു എന്ന് പറഞ്ഞു. റസൂൽ പൂക്കുട്ടി രാജിവെച്ചതായിട്ട് പറയുന്നു. രാവിലത്തെ വാർത്തയിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരും രാജിവെച്ചിരിക്കുകയാണ്, രാജിവെച്ച് പോയിരിക്കുന്നു. ഇവരുടെയൊക്കെ ചെലവിൽ ഈ കാറും ഇന്നോക്രിസ്റ്റ കാർ, അതിലൊരു ട്രൈ കളർ ഒരു ടവൽ വിരിച്ചേക്കും. ആ ടവലാണ് ഇവർ ദൗർബല്യം പണ്ടൊരു വിദഗ്ധ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ ടവൽ ഈ കാറുമാണ് ഇവരുടെയൊക്കെ ഒരു വീക്ക്നെസ്. പിന്നെ ഇവർക്കെല്ലാം ഈ ഞാൻ കണ്ടതാ ഒരു ഞാനൊരു പുസ്തക പ്രകാശനം ചടങ്ങി, ഞാൻ ആളുടെ പേര് പറയും. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ചുവന്ന ബോർഡ് വെച്ചിട്ടുണ്ട്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരും പറയുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവർ വരും. ഡ്രൈവർ വന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് പുള്ളി അവിടെ ഒക്കെ തുടച്ച് വെച്ച് ഈ ഡ്രൈവർ തവളെ ഒരു തോർത്ത് കൊടുക്കും. അപ്പോൾ ശരി, ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞു. ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് അവിടെ കൊണ്ടിടും. ഇദ്ദേഹം അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ അവിടെ വണ്ടി ഇട്ടിട്ട് കറങ്ങി പുറകെ കൂടെ വന്ന് ഡോറ് തുറന്നു കൊടുക്കും. അപ്പോൾ ഇദ്ദേഹം ഇതിലോട്ട് കയറിയിരിക്കും. ഈ ഡോർ അടയ്ക്കും. ഡ്രൈവർ കറങ്ങിപ്പോകുന്നു. ഇതെടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും നാളും പുള്ളി വീട്ടിൽ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെ പുള്ളി ഒരു എവിടെയെങ്കിലും പോകാനൊരു ടാക്സി വിളിച്ചായിട്ട്, അതൊക്കെ പണ്ട് സിനിമയില്ല, ഡ്രൈവർ ഇറങ്ങി വന്ന് ഇത് ഒന്ന് ആലോചിച്ച് ഇതിനെ എന്തിനാണ് ആ ഡ്രൈവറെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ആ ഡ്രൈവറെ ഇയാൾ എന്തായിട്ട്. വേറൊരു ഇടത് സാംസ്കാരിക നായികയ്ക്ക് സ്ഥാപനത്തിൽ കൊടുത്ത കാർ ഇന്നോവ ആയിരുന്നു. ഇനി ക്രിസ്റ്റ വേണമെന്ന് പറഞ്ഞു, വാശി പിടിച്ചു. കുട്ടികൾ കളിപ്പാടുന്നുണ്ട് കാര്യമില്ല. അതുപോലെ ഇനി ക്രിസ്റ്റ വേണേ എന്ന് പറഞ്ഞ കാര്യം അവസാനം ക്രിസ്റ്റ കൊടുത്തു. മറ്റേ
ഇന്നോവക്കാൾ വളരെ വില കൂടിയാണ് ക്രിസ്റ്റ കാർ. അല്ല, ഞാനീ പറഞ്ഞ സാംസ്കാരിക നായകൻ ഇതൊക്കെ എന്താണ് അടിമത്തമായിട്ട് ആ ഡ്രൈവറെ ഒരു അടിമയായിട്ടാണ് ഇയാൾ കാണുന്നത്. നമ്മളായിട്ട് എത്ര അല്പന്മാരുണ്ടെന്നുള്ള കണക്കെടുക്കാൻ. അതാണ് ഇവരൊക്കെയാണ് ഇവിടെ നിന്ന് സാഹിത്യത്തിലെ ഉന്നത പദവി വഹിച്ച് ഇവിടുത്തെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ. ഇവരെ പലരെയും കുറിച്ച് പറയാൻ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ കൊള്ളാത്തോണ്ട് നമ്മൾ പറയുന്നില്ല. ഞാനത് പേര് പറയാഞ്ഞതാ, പേര് പറയാതെ വെറുതെ എന്തിനാ, ഇപ്പൊ ഇറങ്ങി പോകാൻ പോകുന്ന ആളാണ്. ഏതായാലും കണ്ണൂരില്ല പാവപ്പെട്ട പോലീസുകാർക്ക് ഒരു മോചനം ലഭിച്ചു. എന്താണെങ്കിലും പിണറായിയുടെ ജീപ്പ് സ്റ്റേഷൻ അവിടെ അവസാനിപ്പിച്ചു. ഇത്രയധികം മനുഷ്യാവകാശ ലംഘനം സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്ന അന്തം കമ്മികളുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ അടിമ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടിയില്ലെങ്കിൽ ഈ നാട്ടിൽ നിങ്ങൾക്ക് യാതൊരു വിലയും കാണത്തില്ല.